നമസ്തേ. ഇന്നലെ കോഴിക്കോട്ട് നിന്ന് തിരികെ പോന്നപ്പോൾ ഒരു കൂട്ടിന് മാതൃഭൂമിയിലെ നൌഷാദ് തന്നത് PK രാജശേഖരന്റെ പുസ്തകമാണ്. ബുക്സ്റ്റാൾജിയ എന്നൊരു കൗതുകമുള്ള ടൈറ്റിലുള്ള പുസ്തകം. മടക്കയാത്രയിൽ ചില വരികളിൽ തട്ടി വായന നിന്നുപോയി. അറിയാതെ കണ്ണു നിറഞ്ഞിട്ടാണ്. ഇന്ന് ശരിക്കും ആ വരികളൊന്ന് ഉറക്കെ വായിക്കാനാണ് മനസ്സ് പറയുന്നത്. അതിങ്ങനെയാണ്: ഒരു ഇരുമ്പ് പെട്ടിയിലോ മരപ്പെട്ടിയിലോ സമുദ്രത്തെക്കാൾ ആഴമേറിയ സ്വകാര്യ ലോകമത്രയും അടക്കിവെച്ച അമ്മമാരാണ് കഥ പറഞ്ഞും ചോറും കൂട്ടാനുമുണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞു കെട്ടിയും മണ്ണിന്റെ ഭൂപടങ്ങൾ രേഖപ്പെടുത്തിയ കുട്ടിക്കുപ്പായങ്ങൾ കഴുകി ഉണക്കിയും സന്താനവംശങ്ങളെ മുഴുവൻ പെറ്റെടുത്ത് വളർത്തി വലുതാക്കി ലോകത്തെ മാറ്റാനായി പടികടത്തിവിട്ടത്. ഇടശ്ശേരിയുടെ നങ്ങേലിമാർ പൂതമാതാക്കളും യശോദയുടെയും ദേവകിയുടെയും മറിയത്തിന്റെയും ആമിനയുടെയും മായയുടെയും ജന്മങ്ങൾ. പ്രപഞ്ചത്തിലെ ഏറ്റവും വരിഷ്ഠ വിദ്യാലയമായ ഗർഭപാത്രത്തിന്റെ പ്രിൻസിപ്പൽമാർ. അമ്മയുടെ സന്ധ്യാനാമങ്ങൾ എന്ന അധ്യായത്തിലേതാണ് ഈ വരികൾ. മറിയമെന്ന നസറേത്തിലെ അകത്തമ്മയാണല്ലോ ഈ ദിവസങ്ങളിൽ മനസ്സ് നിറയെ. കുരിശ് ചുമന്നവനെ ചുമന്ന ഗർഭപാത്രമെന്ന വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ. ആയമ്മ മകനെ വളർത്തി പടികടത്തിയത് മാനവ വിമോചനത്തിന്റെ പുതിയ ചരിത്രമെഴുതാനാണ്. എന്നിട്ടിങ്ങനെ മാറി ഒതുങ്ങി നിന്നു. തോൽക്കുമെന്നുറപ്പുള്ള കളിയിൽ അവന്റെ കൂടെ നിന്നു. ജീവിത വിജയം നേടാനുള്ള കോംപ്രമൈസുകൾക്ക് അവനെ നിർബന്ധിക്കാതെ മൗനമായിരുന്നു. ബദ്ധന്മാർക്ക് ബുദ്ധത നൽകുമെന്ന നസറേത്തിലെ പ്രഖ്യാപനത്തിങ്കൽ പതറാതെ ഒപ്പം നിന്നു. തിരുവെഴുത്തിലധികം പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് ആദിമകാലത്ത് അമ്മ മറിയത്തിന് വലിയ പ്രാധാന്യം ക്രൈസ്തവ ലോകം നൽകിയിരുന്നില്ല എന്ന നിരീക്ഷണത്തോട് വല്ലാത്ത സങ്കടം തോന്നും. രാജശേഖരൻ നടത്തിയ അമ്മ പട്ടികയിലുള്ളവരൊക്കെ ശരിക്കും അന്തർജനങ്ങളാണ്. മക്കളുടെ ചരിത്രത്തിൽ ചെറിയ ചെറിയ പരാമർശങ്ങൾ മാത്രമുള്ളവർ. എന്താ നമ്മളിങ്ങനെ അമ്മമാരെ മറക്കുന്നത്? വീടിന് പുറത്തേക്കുള്ള നമ്മുടെ ലോകസഞ്ചാരങ്ങൾ എല്ലാം ഗണിച്ചെടുത്താലും അടുക്കളയിൽ നിന്ന് തീന്മേശയിലേക്ക് അമ്മ നടന്ന ദൂരങ്ങൾക്കത്രയും വരില്ലടോ. നമ്മളെയൊക്കെ ഇങ്ങനെ വളർത്തി പടികടത്താൻ അവർ താണ്ടിയ സഹന ദൂരങ്ങൾ എങ്ങനെയാണ് മറക്കുന്നത്? കുരിശിൽ കിടക്കുന്ന മകൻ പോലും തന്റെ അമ്മയ്ക്ക് കൂട്ടായി ഒരാൾ ഉണ്ടാവണമെന്ന് ശഠിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റുക? സാവിത്രി രാജീവിന്റെ കവിതയിലെ വരികൾ ചൊല്ലി നിർത്താം. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. ശ്വസിക്കുന്നതിനാൽ നടക്കുകയും നടക്കുന്നതിനാൽ കിടക്കുകയും ചെയ്യുന്ന, പാചകങ്ങൾക്കൊപ്പം വാചകങ്ങൾ വിളമ്പുന്ന, സങ്കീർണത ഒട്ടുമില്ലാത്ത ഒരു ഉപകരണം. സ്നേഹിത, മറ്റൊന്നിനു വേണ്ടിയും ഭൂമിയിലെ അമ്മമാരെ അവഗണിക്കരുത്. സ്വർഗത്തിലെ അമ്മയെ പ്രതിയുള്ള നോമ്പ് ഉപേക്ഷിക്കുകയും അരുത്. ആദരവോടെ സഖേർ.